SSKയും ഇതുമായി ചേർത്ത് വെക്കാൻ വേണ്ടി പാടില്ല. PMC 2020 കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അവർക്ക് അതിൻ്റെതായ മറ്റു ലക്ഷ്യങ്ങളുണ്ട്. SSK ഫണ്ട് ഈ പറഞ്ഞ കത്ത് കേന്ദ്ര സർക്കാരിന് നൽകിയതിന് ശേഷവും നമ്മൾ പൂർണ്ണമായിട്ടല്ലെങ്കിലും പിടിച്ചു വാങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി കഴിയും. പക്ഷേ UDFന് അതിന് കഴിയില്ല. എന്തുകൊണ്ടാണ്? ഇവർ ഡീൽ എന്ന് പറയുകയല്ലാതെ ഇവർ അധികാരം ഏറ്റെടുക്കുന്നത് മുതൽ ഡീലാണ്. രാജ്യത്തൊരിടത്തും കാണാത്ത രീതിയിൽ കോൺഗ്രസ് സർക്കാർ വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലി അത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി അതിനുശേഷം അവർ അതൃപ്തി പോലും അറിയിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പല ഫണ്ടും ഇങ്ങോട്ട് തരാനുണ്ട്. ധവളപത്രത്തിലോ അല്ലെങ്കിൽ ഇവിടെ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിലോ നയം തന്നെ പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഡീലിലാണ് എന്നാണല്ലോ. കേന്ദ്രത്തിനെതിരായ ഒറ്റ അക്ഷരം പോലും പറയാൻ വേണ്ടി തയ്യാറായില്ല. പിന്നീട് നിയമനങ്ങളെല്ലാം പരിശോധിച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ നിയമനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ RSS BJPക്കാർ കയറി വരുന്നു. എല്ലാം നമ്മൾ കാണുകയാണ്. ഇതെല്ലാം കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. MG സർവകലാശാലയിലെ വൈസ് ചാൻസലറും അതുപോലെ തന്നെ അവിടുത്തെ സെനറ്റിലേക്ക് 19 RSS BJPക്കാരെ നോമിനേറ്റ് ചെയ്ത സമയത്തും എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഡീലെന്ത് എന്ന് ആളുകൾക്ക് മനസ്സിലാകും. പക്ഷേ അങ്ങനെയല്ല കേരളത്തിലുണ്ടായത്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കളവ് പറയാൻ വേണ്ടി പാടില്ല. കത്ത് അയച്ചില്ല എന്ന കളവ് പറഞ്ഞു. കത്ത് പുറത്തു വന്നപ്പോൾ ആ കളവ് പൊളിഞ്ഞു. അതുപോലെ തന്നെ പണം വാങ്ങി എന്ന കളവ് അദ്ദേഹം പറഞ്ഞു. പണം വാങ്ങിയില്ല എന്നുള്ളതും വസ്തുതയാണ്. പിന്നെ കോൺഗ്രസിന് ഇതിന് താല്പര്യക്കുറവില്ല. രാജസ്ഥാനിൽ ഇത് നടപ്പിലാക്കിയത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അവർ ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ അവർക്ക് ഈ മധുരപേക്ഷ കേരളമായതുകൊണ്ട് ആളുകളെ പറ്റിക്കലിച്ചിരി സമയമെടുക്കും എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ BJP പ്രതിനിധി പറഞ്ഞ 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. അതായത് അവരിപ്പോൾ ഈ ഫണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി ലഭിക്കുന്ന ഫണ്ടെല്ലാം ഉപയോഗപ്പെടുത്തും. അത് തർക്കമൊന്നുമില്ല. പക്ഷേ 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി മാറ്റിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം എന്ന് മറക്കാൻ വേണ്ടി പാടില്ല. കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു പറഞ്ഞത് കഴിഞ്ഞ 10 വർഷമായിട്ടില്ല. 4200 സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന ലിസ്റ്റ് മുൻപുള്ള UDF സർക്കാർ തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഒരു സ്കൂൾ പോലും പൂട്ടാത്ത കേരളം ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യവും മെച്ചപ്പെട്ട സൗകര്യവുമുള്ള സ്കൂളുകൾ. സമയം കഴിഞ്ഞ എന്തായാലും അതിനൊന്നും തർക്കമില്ല സജീഷ്. നമുക്കത് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന് നീതി ആയോഗ് കണക്കെടുത്ത് നോക്കിയാൽ കേരളം വിദ്യാഭ്യാസ മേഖലയിൽ എത്രമാത്രം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എത്രമാത്രം ബഹുദൂരം എന്ന് പറഞ്ഞാൽ 1ാം സ്ഥാനം 2ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ ആനയും ആടുന്നുള്ള ഡിഫറൻസിൽ നിൽക്കുന്ന അതിന്റെ കണക്കുകൾ കേന്ദ്രത്തിന്റെ കണക്കാണ്. അതുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റത്തെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അതിന് BJP എന്ത് പറഞ്ഞാലും. എന്തായാലും ഈ പറയുന്ന PMCക്കെതിരായ NEPക്കെതിരായ രാഷ്ട്രീയ വിമർശനങ്ങൾ അത് ഘോരഘോരം പറഞ്ഞാണ് പ്രതിപക്ഷത്തിലെ നേതാക്കളെ തെരഞ്ഞെടുപ്പിൽ. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്രയും വലിയ മാൻഡേറ്റ് കിട്ടുന്നത്. അതിനുശേഷം വരുമ്പോൾ ഈ ഒറ്റ MOUവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന നിസ്സഹായത കാണിക്കുന്നത് രാഷ്ട്രീയമാണോ എന്നവർ ആലോചിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.